ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് വന്നത് നമുക്ക് ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയില്ലായിരുന്നോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. എല്ലാ റിപ്പോർട്ടേഴ്സായാലും ചാനലുകാരായാലും സിനിമ നടന്മാരുടെ പിറകിലേക്ക് പോവും. ഇതല്ല, ഇതൊരു നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതെത്തിക്കൂല. ഇത് വെറുതെ എല്ലാ വർഷവും കാണുന്നതാണ്. സിനിമ നടി, ഏത് നടി വന്നു, എങ്ങനെ പൊങ്കാല ഇട്ടു, ഇത് ഞാൻ അതൊന്നുമല്ല പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഭയങ്കര സന്തോഷം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് ഇടാറാണ് പതിവ്. ചെറിയ ഗേറ്റ് തുറന്ന് ഇടും, അത്യാവശ്യം ആളുകൾക്ക് കയറി പോകാം. പക്ഷേ മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കുകയാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 500 മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ. വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ്, അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ, സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു. ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ്. സ്ത്രീകൾ സാധാരണഗതിയിൽ അതിൻ്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ്. അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളി കമ്മിറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ്. 10 ദിവസമായി അതങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട്. ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട്. നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ?